വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുകരം കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വരുന്ന വേദാംശം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23 അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 23 അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിനകത്ത് വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത തലങ്ങളിൽ ദൈവത്തിൻ്റെ മുൻപിൽ വളരെ ശക്തമായി ദാവീദ് വിശ്വസിക്കുകയാണ്. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആമേൻ. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ ആത്മീക ജീവിതത്തിലേക്ക് അതിനെ തകർത്ത് കളയുവാൻ, തൻ്റെ ആത്മീക മണ്ഡലത്തെ ഉടച്ചു കളയുവാൻ ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കരയുകയും ചെയ്യുന്ന ഒത്തിരി അവസ്ഥകളിൽ കൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ ദാവീദിനെ എങ്ങനെയെങ്കിലും ഈ ശുശ്രൂഷയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പദവിയിൽ നിന്ന് തകർത്തു കളയണമെന്ന് നിരവധി പ്രാവശ്യം താൻ സ്നേഹിച്ച പലരും, താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പലരും തലമുറകൾ വരെ തനിക്ക് വിരോധമായി നിന്നു. അത് ദാവീദ് എത്ര ചിന്തിച്ചിട്ടും എങ്ങനെയാണ് ഇതിങ്ങനെ ശത്രുക്കൾ കൂടിയത് എന്ന് ദാവീദിന് മനസ്സിലായില്ല. എത്രയും ചിന്തിച്ചു. പക്ഷെ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം മുഴങ്കാൽ മടക്കുമ്പോൾ ദാവീദിനോട് ദൈവം സംസാരിക്കുകയാണ്. എന്താണ്? സ്തോത്രം, നിന്റെ ശത്രുക്കൾ കാണുകെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? വിരുന്നൊരുക്കും. സ്തോത്രം. ദാവീദിന് മനസ്സിലായി, എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ശത്രുക്കൾ, ആരോടും തനിക്ക് പകയോ വിദ്വേഷമോ ഒന്നുമില്ല. എന്നാൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആരോടൊക്കെ ദൈവാത്മ പറയുക, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന കൃപയുണ്ടെങ്കിൽ ശത്രു നിന്നെ അറിയാത്ത ഇടത്ത്, നീ അറിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് ശത്രു വണ്ടി പിടിച്ചു വരും. സ്തോത്രം. നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ, ദൈവകൃപയിൽ നിൽക്കുകയാണെങ്കിൽ ശത്രു വണ്ടി പിടിച്ച് നിന്നെ തകർക്കാൻ വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നോക്കൂ, ദാവീദ് പിന്നെ ഉറപ്പിച്ചു പറയുകയാണ്. 31-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാം വാക്യം പറയുന്നു: നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. കണ്ടോ? ദൈവം പ്രവർത്തിക്കുന്നത് ഭക്തന്മാർക്ക് വേണ്ടിയാണ്. ജനം പുറമേ നോക്കി എന്തോ പറയട്ടെ, അവനൊരു വഷളനാണ്, അവനത് വേണം, അവനല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, അവനിത് അത്യാവശ്യമാണ്, അനുഭവിക്കട്ടെ എന്നൊക്കെ ലോകം പറയുമ്പോൾ ആ വാർത്തയൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീയും ദൈവവുമായിട്ടൊരു ബന്ധം, ഓ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നീയും ദൈവവുമായിട്ടൊരു ബന്ധം, ഇന്ന് പകൽ ഈ ദിവസം 25-ാമത്തെ ദിവസം ദൈവാത്മ പറയുന്നു, നീയും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുമെങ്കിൽ ഇനി എന്തെല്ലാം പ്രശ്നം വന്നാലും, ആമേൻ, സ്തോത്രം, ഈ ഭൂമി പിളർന്നു പോയാലും, ആമേൻ, സകലതും നിന്റെ മുമ്പിൽ നിൽക്കുന്നതെല്ലാം, ആമേൻ, ഇടിഞ്ഞു വീണാലും ദൈവം നിന്റെ കൂടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ലേ വചനം പറഞ്ഞു, ഈ ഭൂമി കുലുങ്ങി സമുദ്രമധ്യേ വീണാലും
അതിലെ വെള്ളം ഇരച്ചു കയറിയാലും ആമേൻ അവന്റെ ദയ നിന്നോട് കൂടെ ഇരിക്കും. എല്ലാം നിനക്ക് പ്രതികൂലമായി ആമേൻ തോന്നിയാലും, നിന്റെ കണ്ണിന് മുമ്പിൽ നിൽക്കുന്നതിനെ ചേർത്ത് പിടിച്ചവരെല്ലാം നിന്നെ പകയ്ക്കുന്നവരായി തീർന്നാലും അത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ ഭാരപ്പെടണ്ട, കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് എവിടെയെല്ലാം മുട്ടുമടക്കിയിട്ടുണ്ടോ നോക്കിയേ. വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. കണ്ടോ, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുക മാത്രമല്ല ചെയ്യുന്നത്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. ഈ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ, കുറച്ചുകൂടെ ഒന്ന് വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ദാവീദിന്റെ ശത്രു പുറത്തല്ല, ഭവനത്തിനകത്താ. ദാവീദിന്റെ ശത്രു ഭവനത്തിന് പുറത്തല്ല, ഭവനത്തിന് അകത്താ. ഹല്ലേലൂയ. പക്ഷേ ദാവീദിന്റെ തലയിൽ എപ്പോഴാണോ അഭിഷേക തൈലം വീണത്, അപ്പോൾ ശത്രു എല്ലാം തലപൊക്കി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഒന്നുമല്ലാത്തവനാക്കി തീർത്തു. ദാവീദിനെ ഒന്നുമല്ലാത്തവനാക്കി വനാന്തരങ്ങളിൽ ഒറ്റപ്പെടുത്തി കളഞ്ഞു. എന്നാൽ അവിടെ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകലിൽ നിന്നെ ആരെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞാലും, വചനം പറയുന്നു, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇസ്രായേലിന്റെ മൂലക്കല്ലാക്കി ഇസ്രായേൽ ജനത്തെ മുഴുവനും ദാവീദിനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം ഇന്ന് പകൽക്കാലം അതിശക്തമായി പറയുന്നു, നിന്നെ തകർക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കും. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. സ്തോത്രം. ഹൃദയതലങ്ങളിൽ ദാവീദിന്റെ നൂറുകണക്ക് അനുഭവങ്ങൾ പറയുവാനും പങ്കുവയ്ക്കുവാനും ഉണ്ട്. എന്നാൽ അതിലൊന്നും ദാവീദ് ആമേ തുനിയാതെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഇസ്രായേലിന്റെ കാവൽക്കാരനാക്കി രാവും പകലും ദാവീദിനെ ദൈവം നിർത്തുമ്പോൾ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം സഞ്ചരിപ്പാൻ നീയും ഞാനും തയ്യാറാകുമ്പോൾ പ്രതികൂലം കുറയത്തില്ല, പ്രതികൂലം ഷടകുടഞ്ഞെണീക്കും. അവിടെയും നിന്റെ കൂടെ വിളിച്ചവൻ വിശ്വസ്തനാണ്. 78 സങ്കീർത്തനം 19 വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നൊരു വാക്ക്, അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഹല്ലേലൂയ. ആരാ? ശത്രുക്കൾ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഇയ്യോബ് പറയുന്നു, എൻ്റെ ദൈവത്തിന് വിരോധമായി ശത്രുക്കൾ, എൻ്റെ സ്നേഹിതർ, എൻ്റെ ഭാര്യ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ബന്ധുജനം ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഹല്ലേലൂയ. യോസേപ്പിന്റെ സഹോദരന്മാർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. യോസേപ്പിനെ കളിയാക്കി, യോസേപ്പിനെ പരിഹസിച്ചു. ആമേൻ. യിരെമ്യാവിന്റെ ദൈവത്തെ വിരോധമായി യിരെമ്യാവിന്റെ ദൈവത്തെ പരിഹസിച്ചു. യിരെമ്യാവിന്റെ ദൈവത്തിന് വിരോധമായി യിരെമ്യാവിനെ കുഴിക്കകത്തേക്ക് ഇറക്കി. ഹല്ലേലൂയ. ആമേൻ. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ആമേൻ. ഹല്ലേലൂയ. മരുഭൂമിയിൽ മോശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? കഴിയും. ആമേൻ. മേശ ഒരുക്കാൻ കഴിയും. മരുഭൂമിയിൽ നിനക്ക് മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ. മരുഭൂമിയിലും ജനത്തിന് ദിവ്യാതാന്റെ തലയെ തകർത്ത് മരുഭൂമിയിൽ ജനത്തിന് മേശ ഒരുക്കിയ ദൈവം കാടപ്പക്ഷികളെ ആമേൻ വിവിധക്കി. ആമേ കുഞ്ഞു കുട്ടികൾക്ക് വരെ വ്യത്യസ്തമായ തലത്തിൽ കുഞ്ഞുകുട്ടികൾക്ക് കഴിക്കാൻ എത്തിപ്പിടിക്കാൻ കണക്കിന് കാടകളാക്കി, ഫ്രൈ ആക്കി, ചാപ്സ് ആക്കി, പ്രൈസ് ദി ലോർഡ്, കുഞ്ഞുങ്ങൾക്ക് എല്ല് നീക്കി അതിൻ്റെ മാംസപരമായ ആ ഭക്ഷണങ്ങൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ വരെ ചേർത്ത് പിടിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടിയത് ഈ 25-ാം തീയതി തരാൻ എൻ്റെ ദൈവം ശക്തൻ. ആമേൻ. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. ആമേൻ. സ്തോത്രം. കവിഞ്ഞൊഴുകും. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? ആമേൻ. അപ്പം മാത്രമല്ല കേട്ടോ, ഇറച്ചിയും തരും. ഹല്ലേലൂയ. ഇറച്ചിയും നിനക്ക് തരും. ആമേൻ. സ്തോത്രം.
പക്ഷെ തരുന്നത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ ദൈവകുഞ്ഞെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ. ഹല്ലേലൂയ. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. മോശയിൽ കൂടെ ദൈവം, മരുഭൂമിയിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ദൈവകുഞ്ഞെ, നിന്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന നീ അതിജീവിക്കുന്ന മരുഭൂമി ഉണ്ടല്ലോ, നീ അതിജീവിക്കുന്ന വരൾച്ചയുള്ള അനുഭവം ഉണ്ടല്ലോ, പ്രയാണമാണെങ്കിലും നീ ഭാരപ്പെടണ്ട. ആ മരുഭൂമിയിലും എൻ്റെ ദൈവം നിന്നെ ക്ഷേമത്തോടെ നടത്തുമെന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗം നിന്നെ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആമേൻ ആ ശബ്ദത്തിന്റെ മുൻപിൽ ആമേൻ നീ കടന്നു വരുമെങ്കിൽ കർത്താവ് നിന്നെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കും. നോക്കൂ, ആമേൻ. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ കൊടുക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഞാൻ കൊടുക്കുന്ന ഈ മാംസവും ആകുന്നു. നോക്കൂ, ഹല്ലേലൂയ. നിനക്ക് അപ്പം തരുവാൻ സ്വർഗം ശക്തനാണ്. എവിടെ നിന്നാ തരുന്നേ? ആമേൻ, സ്വർഗത്തിൽ നിന്ന്. ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഭൂമിയിൽ നിന്നല്ല, പിന്നെ എവിടെയാ? സ്വർഗത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ആമേൻ 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 2 സങ്കീർത്തനങ്ങൾ 45 അതിൻ്റെ 7 133-ന്റെ 2 ലൂക്ക ആമേൻ 7 അതിൻ്റെ 46 സങ്കീർത്തനം 92 അതിൻ്റെ 10 സങ്കീർത്തനം 16 അതിൻ്റെ ആമേൻ 5 ഇത്യാദി വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ മാനിക്കണം, കർത്താവിൻ്റെ കൃപയിൽ പൊതിയണം. അടിയനെ താഴ്ത്തുന്നു, കൃപ കൊണ്ട് മറയ്ക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.